അദ്ദേഹം ആദ്യമായി വിമാനം കയറി ബഹ്റൈൻ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പരിപാടിക്കാ. ഞാനാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയത്. ഒരു പരിപാടി കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഇതുവരെ വിമാനം കയറിയിട്ടില്ല, എനിക്കൊരു വിമാനത്തിൽ എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഹജ്ജിന് പോയിട്ടില്ലേ? അത് കപ്പലിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ നമുക്ക് വിമാനം കയറാം. എന്നിട്ട് എന്നോട് ചോദിച്ചു, വിമാനത്തിന് ഭയങ്കര AC ഉണ്ടാവുന്ന കേട്ടിട്ടുള്ളത്, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, AC പറ്റില്ല. ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ്മെന്റ് സൗകര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു മനുഷ്യൻ തുറന്നു പറയുമ്പോൾ നിഷ്കളങ്കതല്ല കാണിക്കുന്നത്? ഇവിടെ ചില ആൾക്കാർ ലോകത്ത് ചുറ്റിയന്റെ വലുപ്പാണ് പണ്ഡിതത്തിന്റെ മഹത്വമായിട്ട് പറയാനുള്ളത്. അങ്ങനെയാണ്. നേരെ മറിച്ച് ഉസ്താദ് പറയുന്നതാ, ഞാൻ തീരെ വിമാനത്തിൽ പോയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു, പോയി ബഹ്റൈനിൽ ചെന്നു. തിരിച്ചു പോരുമ്പോൾ ഒരു സംഭവം ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഡിപ്പാർച്ചർ ലോഞ്ചിലേക്ക് വിട്ടിട്ട് അവരൊക്കെ മടങ്ങി. പിന്നെ ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ലോഞ്ചിൽ അദ്ദേഹം ഇന്ന് ദിക്റിങ്ങനെ ചൊല്ലുന്നു മാല. ഒരുപക്ഷെ ഇതൊക്കെ CCTV കാണുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ഇതൊക്കെ ഇങ്ങനെ കാണാം. ഒരു അരമണിക്കൂർ വെയിറ്റിങ്ങിന് നിൽക്കുക. അത് കഴിഞ്ഞ് വിമാനത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, എയർ ഇന്ത്യയുടെ മാനേജർ വരുന്നുണ്ട്, ഉസ്താദിനെ ഒന്ന് കാണണം, ഉസ്താദിന്റെ ഒരു അനുഗ്രഹം വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എയർ ഇന്ത്യന്റെ മാനേജർ എവിടെയാ? മാനേജർ ഉസ്താദ് ഇല്ല. മാനേജർ ഉസ്താദിനെ ശരിക്കും നിരീക്ഷിച്ചത്. അപ്പൊ ഒരുപാട് CCTV കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണാവോ മാനേജർ കണ്ടപ്പോ ഈ മാനേജർ വന്നു നോക്കുമ്പോഴോ മാനേജർ പെണ്ണ, ഒരു പ്രായമായ സ്ത്രീയാണ്. അവരാണ് എയർ ഇന്ത്യയുടെ അവിടുത്തെ ബഹ്റൈനിലെ സെക്ഷൻ മാനേജർ. എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹം വാങ്ങണം. അങ്ങനെ അദ്ദേഹത്തെ ആഗ്രഹം എന്താ വേണ്ടെന്ന് വെച്ചു. ഐ വാണ്ട് ടു ടച്ച് ഹിസ് ലെഗ് എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ കാല് തൊടണം. ഞാൻ പറഞ്ഞാൽ പറ്റൂല, കാല് തൊട്ട് വന്നിക്കാൻ പറ്റില്ല. ഒന്നാമതായ ഏർപ്പാട് ഉസ്താദ് ഇഷ്ടപ്പെടില്ല. അവിടെ നിങ്ങൾ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ബഹുമാനിച്ചോ, അനുഗ്രഹം ഉസ്താദ് പ്രാർത്ഥിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോ അവർ പിന്നെയും ചോദിച്ചു, മേ ടച്ച് ഹിസ് ലെഗ് എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോ അവരോട് പറഞ്ഞപ്പോ അവര് ഉസ്താദിന് മുമ്പിനെ കൈകൂപ്പി വളഞ്ഞു നിന്നൊരു രംഗമുണ്ട്. സത്യത്തിൽ ആ ഉസ്താദും ഈ ഉത്തരേന്ത്യൻ സ്ത്രീയുമായി ഒരു ബന്ധവുമില്ല. ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ, ആ മനുഷ്യന്റെ പ്രകൃതി കണ്ടപ്പോ, ഇത് എനിക്ക് അനുഗ്രഹം തരാൻ പറ്റിയ ഒരു മനുഷ്യനാണെന്ന് ഒരു അമുസ്ലിമിന് പോലും കരുതണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു മഹാനായ മനുഷ്യൻ, നമ്മളന്നത് വാർത്തയാക്കാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടാ, ഫോട്ടോ എടുക്കാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്ക്, ദൂരെ നിന്ന് അവർ ഉസ്താദിനെ നിരീക്ഷിച്ച് വളരെ അകലെ നിന്നുകൊണ്ട് അവരിങ്ങനെ കൈകൂപ്പിയിട്ട് ഇങ്ങനെ വണങ്ങുന്ന ആ രംഗം എന്റെ മനസ്സിലിപ്പോഴും കാണുക. അപ്പൊ ഒരു മനുഷ്യൻ അല്ലാഹു ഭൂമുഖത്ത് കഴിവ് കൊടുത്താൽ ആ കഴിവ് കുറെ ഉടയാടകളുടെ കഴിവോ വലിയ കാലിൽ സഞ്ചരിക്കലോ പറക്കലൊന്നും അല്ല. കൽബ് നന്നായ പടച്ചോൻ സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തെരുമാറാവട്ടെ. എന്നതുപോലെ തന്നെ